രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുകയാണ്. കാരണം ചില ഇതുപോലുള്ളൊരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ്. ഒന്ന്, എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്ത കേരള ജമിയത്തുൽമൻ്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ മന്ത്രിച്ചു കൂടിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽമൻ്റെ മുൻകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങളടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രിച്ചു ചോദിക്കലുണ്ട്. ഒന്നത്. എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിൻ്റെക്ക് ഓതിയിട്ടുള്ളത്. അബുൽ ബുഷ്ര പി കുഞ്ഞിമുസേക്ക് ഉസ്താദ് എന്നും എന്നെ പറ്റി പറയാത്തൊരു ദിവസമില്ല. എന്നോടല്ല, ആ നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും. കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും, ഇടങ്ങൾക്കാർക്കും ഇത് ഓതി തന്നാൽ മനസ്സിലാവില്ല, അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതുമ്പോൾ അത് തങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മാത്രമല്ല, മൂപ്പര അന്ന് ചെല്ലിയ ഒരു വരി പദ്യമുണ്ട്. ഹസിബത്തു കഫി ദുനിയ വ ഉഖ്റാ ബഖീറത്തി ലൗ ഹഖഖ റഹ്മാനു മാ കുൻത റാജിയ. അത് അവരിൻ്റെ അൽഫ്യമൽ മൂപ്പര് എഴുതി വെച്ചൊരു വരിയാണ്. ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കുന്നത്. ലൗ ഹഖഖ റഹ്മാനു മാ കുൻതു റാജിയ. ഞാൻ ആഗ്രഹിക്കണ ഒന്നിനെ അള്ളാഹു സഫലമാക്കി തരികയാണെങ്കിൽ ഞാൻ ആ വാക്ക്, ഉസ്താദിൻ്റെ ആ വാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കലും എൻ്റെ കൈ പിടിച്ചു നോക്കി, എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട്. കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട്. ഈ രേഖകളൊന്നും വെറുതെ അല്ല, ഇതിനൊക്കെ ചില ആസാറുകൾ, ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ബുഖാരി ഓതുമ്പോഴൊക്കെ ചില ഹദീസുകൾ ഓതുമ്പോഴൊക്കെ അത് പറയലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും. അത് ഞാൻ ആലോചിച്ച് കരഞ്ഞു ഇന്നലെ. ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദിൻ്റെ ഒരു ദുആ ഉണ്ട്, ബാറക്കല്ലാഹു ഫീ ഇൽമിക. ഞങ്ങൾ 2-3 ആളുകൾ അവരെ എടുത്ത് ചെന്നപ്പോഴേ, ഞങ്ങൾ അൽഫി ഓതുന്ന കാലത്താണ്, ഞങ്ങളോടൊക്കെ ചോദിച്ചു, ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, ഞാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സമ്മാനം തരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലി കൈവച്ച് ബാറക്കല്ലാഹു ഫീ ഇൽമിക എന്ന് പറഞ്ഞു. ആ ഇൽമിലുള്ള ബർക്കത്താണ്. അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമയോടുള്ള ആ ബന്ധം, അത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് പോലെ ഞാൻ ഈ സിലബസിന് എതിരാണെന്ന് പറഞ്ഞ പലരുണ്ട്. ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയുന്ന പലരുണ്ട്. അന്ന് പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. അത് ഷെയ്ഖുന അറിഞ്ഞതോടെ മുതൽ ഷെയ്ഖുന എന്താക്കിയെന്നറിയോ, അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് നേരിട്ടു. അന്ന് 19 ആളെ പുറത്താക്കി. ആ 19 ആളെ പുറത്താക്കിയെന്ന് ആദ്യം എൻ്റെ പേര്. പക്ഷെ എന്നെ മാത്രം ഷെയ്ഖുന തിരച്ചെടുത്തു. അതൊരു കൊല്ലത്തിൻ്റെ മധ്യത്തിലായിരുന്നത്. ഞാനവിടെ മുഖ്തസിൽ പഠിക്കുന്ന ഇടക്കാലത്ത് വെച്ചു 18 ആളെ പുറത്താക്കി. അതിനുള്ള അധിക ആളുകളൊന്നും ജമാഅത്തുൽ മുജാഹിദീങ്ങളുമാണ്. ചുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നി ആശയത്തിലുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾവട്ടൂർ പോലുള്ള ചില ആളുകൾ, അവർ നമ്മളെ കൂടെയുള്ളത്, അവർ സുന്നികളാണ്. അന്ന് എന്നെ മാത്രമാണ് ഷെയ്ഖുന തിരിച്ചെടുത്ത്. ആ തിരിച്ചെടുത്ത് ഞാൻ അവിടെ 2ാമത് ആ കൊല്ലം പൂർത്തിയാക്കി. പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയത്, അതൊക്കെ വലിയ കഥകളാണ്. അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കണില്ല. അങ്ങനെ ഞാൻ ദൈവബന്ധു പോയി ഖാസിമി ബിരുദം എടുത്ത് വന്നപ്പോൾ എൻ്റെ വാപ്പാനോട് 2-3 പ്രാവശ്യം ഷെയ്ഖുന വളരെ വേദനയോടുകൂടി പറഞ്ഞു, നിങ്ങളെ മകനെ ഞാൻ മുത്തവല്ലിൽ 6 മാസം പേര് വിളിച്ചു, പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി ഷെയ്ഖുനാൻ്റെ വീട്ടിൽ എൻ്റെ മന്ദിരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ മൂപ്പരെടുത്ത് പോയി നന്നാവാതെ നിങ്ങളെ മുഖം തന്നെ എനിക്ക് കാണണ്ടാണ്. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു. ഷെയ്ഖുന എന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു. 2ാമത് വന്നു, അന്നും വാതിലടിച്ചു. 3ാമത് വന്നു, അന്നും വാതിലടിച്ചു. 4ാമത് വന്നു, അന്നും വാതിലടിച്ചു. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ്. 5ാമത്തെ പ്രാവശ്യം ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്നപ്പോൾ ഷെയ്ഖുന വാതിൽ തുറന്നു. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിക്കുന്നത്, നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരണത്, അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കിയെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി 4 പ്രാവശ്യങ്ങൾ വന്നല്ലോ, അപ്പം മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നന്നാവലിനാണ് വന്നത് എന്ന്. അപ്പം ഞാൻ ഷെയ്ഖുനാനോടൊരു വാക്ക് പറഞ്ഞു, ഷെയ്ഖുനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ വരണത് എന്നുള്ളത് നോക്കാൻ 4 വട്ടം തന്നെ നടത്തണ്ടല്ലോ. ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരെയെന്ന്. അതിൽ ഷെയ്ഖുന അവിടെ നിന്ന് എണീച്ചപ്പോൾ എനിക്ക് പേടിയായി, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്നോട് ചോദിച്ചു, എന്തെങ്കിലാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് തെറ്റി നിന്നിട്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ഷെയ്ഖുന ഒന്ന് ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെ പിന്നെ വളവൻ ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒപ്പം സുഖത്ത് കൂട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? ഞാൻ പറഞ്ഞു, അന്ന് പട്ടിക്കാട് നിന്ന് ഒരു അബ്ദുൾ റസാഖിനെ പുറത്താക്കിയ ഒരു ക്രിസ്ത്യാനിയെ പുറത്താക്കിയ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇപ്പോൾ ഞാൻ വിവരിക്കണില്ല, അത് സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഒരു വിശ്വാസം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പട്ടിക്കാട്ടിക്ക് പോരാണ് 2 കൊല്ലം അവിടെ വന്ന് നിൽക്കാം. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിങ്ങൾ ഇനി ദർശനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു.
പിന്നെ നന്ദിയിൽ ഞാൻ മുദല്ലിസായി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ ദൈവബന്ധം എന്നുള്ള പിന്നെ സനദുകളും ഇജാസുകളൊക്കെയാണ് വലിച്ചെറിഞ്ഞാണ്, ഒക്കെ ഞാൻ പുതിയത് തരണ്ടെന്ന് പറഞ്ഞു. ഒക്കെ പുതിയത് തന്നു. ആ മൂപ്പര് എന്നെ വളർത്തിയതാണ്. എനിക്കറിയാം ഞാൻ എങ്ങനെ ഇവിടെയൊക്കെ എത്തുന്നുള്ളത്. ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പർ ആവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാനത് മെമ്പറാക്കുന്നു. നിങ്ങൾ ആ മൂസൻ്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് എടുത്തോളി എന്ന് പറഞ്ഞു. ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പോയിട്ടില്ല. ഞാനൊരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യംഗ്യമായിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കറിയാം എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയാൽ മതി, അത് എത്തേണ്ടിടത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഖദ്ഫ് പറയപ്പെട്ടപ്പോൾ അതിന് ആയിഷ ബീവി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് ആയത്ത് ഇറങ്ങിയപ്പോൾ ആയിഷ ബീവിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ അടുത്ത് കണ്ട് ചെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ. അപ്പോൾ 37 പറഞ്ഞു, എനിക്ക് ആരോടും കടപ്പാടില്ല, എനിക്ക് അള്ളാഹിനോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹു സുബ്ഹാനഹു വ തആലാനോടും ബഹുമാനപ്പെട്ട ശൈഖുനാനോടും മാത്രമാണ്. കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തിക്കുമെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എൻ്റെ ഇൽമിൽ മഹാന്മാരെ ദുആ കൊണ്ടിട്ട് ബർക്കത്തുണ്ടായിട്ടുണ്ട്. അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട്. ശൈഖുന ശംസുൽ ഉലമ അവരെ മരണത്തിൻ്റെ ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്കും എന്നെ വിളിക്കപ്പെടലുണ്ട്. ചില സംഗതിക്കൊന്നും ഞാൻ പോകില്ല. ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അവരെ മേലൊരു ഫാത്തി ഓതല. അപ്പോൾ എനിക്ക് പോകണമെന്നോ പോകണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നും. പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലയ്ക്ക് എനിക്കൊരു ഒരു താഴ്മത്തരം വരുന്ന സ്ഥലത്തേക്ക് ശൈഖുന എന്നെ പറഞ്ഞേക്കാനില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ശൈഖുനാൻ്റെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമായിരിക്കും ഇവിടെ ലോകത്താരും ശൈഖുനാൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോ എന്ന് പറഞ്ഞില്ല. എൻ്റെ ഗറോഫിൽ ആയിരക്കണക്കിന് ഫാത്തിഹകളാണ് ശൈഖുനാക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നും ശൈഖുനാൻ്റെ മേൽ ഫാത്തിഹ ഓതലുണ്ട്. അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലക്ക് മൂപ്പര നിയന്ത്രണത്തിലാണ് ഞാൻ ഇന്നുള്ളത്. അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഫൈദി സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്തം, അവർക്കുള്ള സ്നേഹം, അവരെ ആദരവ്, അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ എത്തേണ്ടടുത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഒരു വലിയതായൊരു സ്ഥാനമാണ് എന്നിലേക്ക് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. ഇത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടുകൂടി അതിനെ നടത്തിക്കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് എനിക്കുണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൻ്റെ അന്ന് പറഞ്ഞു, ലഉഅ്തിയന്ന റായത റജുലൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നാളെ കൊടി ഞാൻ കൊടുക്കും, ഈ യുദ്ധത്തിൻ്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. രാവിലെ എല്ലാ സഹാബത്തും വന്ന് ലൈനൊന്നും ചെയ്യും, എനിക്കാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, അയിന അലിയുന്ന അലി എവിടെയോ? അപ്പോൾ മൂപ്പര് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കെയും തന്നാളി എന്നുള്ള ആൾക്ക്. റസൂൽ പറഞ്ഞു അത് പോരാ, ഓനെ പോയി വിളിച്ചുകൊണ്ടിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊടുന്നു. മൂപ്പരെ കണ്ണിൽ ചെങ്കണ്ണുണ്ടെന്ന് റസൂൽ തുപ്പി അതിനെ തടഞ്ഞു. അത് അപ്പം തന്നെ സുഖമായി അലി റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വം ഏൽപ്പിച്ചു. എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന ശൈഖുനാനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരും. പലരോടും ചോദിച്ചാൽ അറിയാം, എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശൈഖുന അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്, ശൈഖുന അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സമസ്തൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, അതേ പറയാനുള്ളൂ. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്. ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത്. അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയലുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയേണ്ടത്, കേരളത്തിൽ ഔലിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട്. ഇവരെ ഈ ദറജ എത്തിക്കുന്ന ഒരു വലിയ ഇതൊന്നും എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇൽമിൽ ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശൈഖുനാന്റെ ഇൽമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലിം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊട്ടുണ്ടാവില്ല, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവരിവിടെ കാണിച്ചു തന്ന ഈ പാത ഉണ്ടല്ലോ, ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും. അതാണ് ശൈഖുന പറഞ്ഞത്, നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല. ആ പാതയിൽ കൂടി ഇതിനെ സഞ്ചരിപ്പിക്കുക, അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക, അത് നമുക്ക് കഴിയും, യാതൊരു സംശയമില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് അത് വലിയൊരു പ്രസ്ഥാനമായിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് താങ്ങും തണലും ആയിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടിനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാകുന്ന അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മളെ കയ്യിലേക്ക് വന്നാൽ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചതാണ്. ഇത് ആരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി. ഇതൊരു മഹത്തായ പദവി തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പം ഞാൻ സന്തോഷം കൊണ്ട് കരയലാണ് എനിക്കിപ്പോൾ വരേണ്ടത്. ഇപ്പോഴെന്നല്ല, ഇത് ഏറ്റെടുത്ത ആ സമയം മുതൽ എനിക്ക് എപ്പോഴും കരച്ചിലാണ് വരേണ്ടത്. കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ, ഞാൻ ഒരു നിലക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു സ്ഥാനങ്ങളും. അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അല്ലാഹുവിൻ്റെ ജാനിബിൽ നിന്നുള്ള പ്രത്യേക
തൗഫീഖും സഹായമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മശായിഖന്മാർക്കുള്ളതായ തർബിയത്തും അവർക്കുള്ളതായ പ്രത്യേക മദതൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിൻ്റെ പിന്നിൽ അണിനിരക്കുക, അത് വരച്ച് വന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല, ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല. ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ശേഖനാനോട് നിങ്ങൾ ഒപ്പം സ്വർഗത്തിൽ കൂട്ടുകയാണ് നമുക്ക് ആവശ്യം. ഒപ്പം സ്വർഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാ. സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരം, ഒരു ആദരവൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല, അത് കിട്ടുകയില്ല. ആ നിൽക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാ. അവർ തന്നെ പറയലുണ്ട്, ഈ നികത്താനാവാത്ത നഷ്ടമൊന്നും ഒരിക്കലും ആരെ പറ്റിയും പറയരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം എന്നൊരാൾ മരിച്ചാൽ പറയണ്ടല്ലോ, മൂപ്പര് പറയല് എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടമില്ല, എല്ലാ നഷ്ടവും നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല. പക്ഷേ മഹാന്മാർ മുൻകഴിഞ്ഞതായ മരിച്ചുപോയ മഹാന്മാരെ പോലുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായി. അവരെ മാതിരിക്ക് എല്ലാ നിലക്കും ആ നിലക്കുള്ളതായ തഫവ്വുഖ് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായി. പക്ഷെ അവർ നടത്തിക്കൊണ്ടുപോയിരുന്ന സംഗതികളൊക്കെ ഇവിടെ നികത്തപ്പെടുക തന്നെ ചെയ്യും. അപ്പം നികത്താനാവാത്തൊരു നഷ്ടമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളൊപ്പമുണ്ട്, യാതൊരു സംശയമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തനാവുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹിതമാവുന്ന പ്രസ്ഥാനത്തിന് എല്ലാ ഷറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ.